മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. എന്റെ പേര് ഷാൻലി ആന്റണി എന്നാണ്. ഞാൻ ഗവൺമെന്റ് LPS കുന്നങ്കരി സ്കൂളിലെ HM ആണ്. എന്റെ സ്കൂളിലെ ഒരു ടീച്ചറിന്റെ ജോലി ഒരു സുപ്രഭാതമായപ്പോൾ ഇല്ല, ജോലിയില്ല, വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഇതാണ് കോൺഗ്രസ് സർക്കാരിന്റെ വിസ്മയം ഞങ്ങൾ കണ്ടു. PSC ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂ പാസ്സായി സർക്കാർ ജോലിയും കിട്ടിക്കഴിഞ്ഞ് സർക്കാരിൽ നിന്ന് പിരിച്ചുവിടുക. ഇത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ നിയമമാണ്? സാധാരണ HM പ്രമോഷൻ കൊടുക്കും. HM പ്രമോഷൻ കൊടുത്തതിന് ശേഷം ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ചെയ്യും. അതിനുശേഷമേ മിച്ചം വരുന്ന അധ്യാപകരെ ഇന്ന് വരെ LDF സർക്കാർ അവരെ തള്ളിവിട്ടിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏതെങ്കിലും തസ്തികയിൽ അവരെ ഇരുത്തുകയാണ് ചെയ്തത്. കേരള ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ ഒരു അധ്യാപകരുടെ പോലും ജോലി ഇതുപോലെ നഷ്ടമായിട്ടില്ല. ഇത് തികച്ചും അപലപനീയമാണ്. ഇത് റദ്ദാക്കിയേ പറ്റത്തുള്ളൂ. ഇത് കത്തിച്ചു കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്ത് ഇന്നലെ വൈകുന്നേരം വരെ വർക്ക് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെ സെൻസസ് ഡ്യൂട്ടിയും ഉണ്ട്. അതും ചെയ്തു വരുന്ന അധ്യാപകരാണ്. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലി ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങളെല്ലാരും കഷ്ടപ്പെട്ട് പഠിച്ച് എത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണത്. പെട്ടെന്ന് നമ്മുടെ ജോലി ഇല്ല അല്ലെ വരുമാനം ഇല്ല എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവർക്കും എന്ത് സങ്കടം വരും, വീട്ടുകാരെന്ത് വിചാരിക്കും? അത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ച ജോലിയാണ് ഒറ്റ വാക്കിലില്ല എന്ന് പറയുമ്പോ ഉള്ള അവസ്ഥയും. ഞാനും കയറിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. GLPS മുടക്കുന്നു. മുഖ്യമന്ത്രി ഒരു വാചകം കൂടി പറയുന്നുണ്ട്. എന്താ? കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സമ്മതം നൽകുകയും ചെയ്താൽ കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സിവിൽ സർവീസ് മേഖലയിൽ നമ്മൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള സിവിൽ സർവീസിനെ തകർക്കുന്ന നയങ്ങളാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. വേറൊരു കാര്യം ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ പത്രങ്ങളും ചാനലുകളും ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച കേരളത്തിന്റെ PSC നിയമനങ്ങൾ മുഴുവൻ തട്ടിപ്പാണ്. ചാനലുകളൊക്കെ അങ്ങനെ എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം 3,15,215 പേരെ PSC വഴി നിയമിച്ചിട്ടുണ്ട്. 10 വർഷം എന്ന് പറയുമ്പോൾ 3,650 ദിവസം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസം PSC വഴി 89 പേര് കേരളത്തിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു സർവകാല റെക്കോർഡാണ്. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്കറിയാം അതിൽ ഒട്ടേറെ ആളുകൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് സർവീസിൽ വന്നവരാ. അപ്പൊ ഞാനും നിങ്ങൾ നടക്കുന്ന ഈ ആളുകൾ തട്ടിപ്പിലൂടെ കയറിയവരാണ്. നമ്മൾ സർക്കാർ ജീവനക്കാർ തട്ടിപ്പ് നടത്തി സർവീസിൽ കയറിയവരാണ് എന്ന വാദമാണ് ഇവർ ഈ പ്രചരണത്തിന്റെ ഭാഗമായി ഉയർത്തുന്നത്. PSCയിൽ ആരെങ്കിലും കോപ്പി അടിച്ചാൽ, SLC പരീക്ഷയിൽ ആരെങ്കിലും കോപ്പി അടിച്ചാൽ അതിനെല്ലാം ആ പരീക്ഷയുടെ തട്ടിപ്പാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈ പ്രചരണത്തിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. എന്താണ് അജണ്ട? ആ അജണ്ട വേറൊന്നുമല്ല. ഇനി കേരളത്തിന്റെ സിവിൽ സർവീസിൽ നിയമനം നടത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. PSC തട്ടിപ്പാണ് എന്ന് വരുത്തി തീർന്നാൽ പിന്നെ PSC വഴി നിയമനം നടത്താതിരിക്കാമല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സംസ്ഥാനത്ത് LP സ്കൂൾ അധ്യാപകരായ ആളുകൾ മണ്ണ് വാരി നിന്ന് സമരം ചെയ്യുകയാണ്. അപ്പോഴും ചില ചോദ്യം വരുന്നുണ്ട്. എന്തേ പിണറായി വിജയൻ നിയമിച്ചില്ലേ, നിയമിക്കാതിരുന്ന് ചോദ്യമുണ്ട്. സാധാരണ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ അധ്യാപകർ റിട്ടയർ ചെയ്യുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. അങ്ങനെ റിട്ടയർ ചെയ്താൽ
അവർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ നടത്തി പുതിയ അധ്യാപകരെ നിയമിക്കുന്നത് ജൂൺ മാസത്തിലാണ്. കേരളത്തില് 400-ലേറെ ഹെഡ് മാസ്റ്റർമാരുടെ ഒഴിവ് നികത്തപ്പെടാതെ കിടക്കുക. അത് നികത്തിയാൽ ഈ അധ്യാപകർക്ക് അവർക്ക് ജോലി കൊടുക്കാം. പക്ഷെ അത് കൊടുക്കാതെയാണ് അപ്പുറത്ത് ആലപ്പുഴയിൽ 32 അധ്യാപകരെ പിരിച്ചുവിട്ടത്. പത്തനംതിട്ട ചിറ്റാറിലുള്ള ഒരു ടീച്ചർ അവർ സ്കൂളിൽ ക്ലാസ് എടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് അറിയുന്നത് ഒരാഴ്ച മുമ്പ് ആ ടീച്ചറെ പിരിച്ചുവിട്ടത്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തില് ഇപ്പോൾ അധികാരത്തിലുള്ള ഗവൺമെന്റ് അവരുടെ നയം ഈ സിവിൽ സർവീസിനെ ആകെ തകർക്കുന്നതാണ്. മറുവശത്ത് നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ. അത് ഒത്തിരി വാർത്തി പറയുന്ന കാര്യമില്ല, ഒത്തിരി പറയേണ്ട കാര്യമില്ല. കാരണം 2 മാസം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യം വന്നു. പ്രളയം വന്നപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അന്ന് നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണം അതിന്റെ അരിയർ നൽകിയില്ല, ആ ഗവൺമെന്റ് നൽകിയില്ല. പകരം 2016 ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയപ്പോ ഇറക്കിയ ഉത്തരവില് 2017 ഏപ്രിലും 2017 ഒക്ടോബറിലും 2018 ഏപ്രിലും 2018 ഒക്ടോബറിലും 4 ഗഡുക്കളായി പിന്നെ വരുന്ന ഗവൺമെന്റ് തരുമെന്നാ പറഞ്ഞത്. അന്ന് നമ്മളാരും അല്ലെങ്കിൽ പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ ആ അരിയർ ഉമ്മൻചാണ്ടിയോട് പോയി ചോദിക്കാൻ പറഞ്ഞോ? ഇല്ല. ആ അരിയർ എനിക്കും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജീവനക്കാർക്കും ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ അരിയർ പിണറായി വിജയൻ സർക്കാർ നയാ പൈസ ഇല്ലാതെ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുക, 1997 നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് 97 മാർച്ച് 1 കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പളം പരിഷ്കരിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത ശമ്പളം പരിഷ്കരിച്ച എന്നാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 97 മാർച്ച് 1 VK നായനാർ കേരളത്തിൽ ശമ്പളം പരിഷ്കരിച്ചു കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് 2002 മാർച്ച് 1 കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പരിഷ്കരിച്ചത് 2006 മാർച്ച് 25. എത്ര വർഷം കഴിഞ്ഞ്? 97 എത്ര വർഷം കഴിഞ്ഞിട്ടാ? 9 വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പളം പരിഷ്കരിച്ചത്. ഉദ്യോഗാർത്ഥികൾക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ 1000 രൂപ കൊടുത്തിരുന്നല്ലോ, അത് ഉത്തരവാക്കുകയും 2 മാസം കൊടുക്കുകയും ചെയ്ത എന്തേ അതും ഇപ്പൊ നിർത്തലാക്കി. ഇപ്പൊ വന്നല്ലോ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി, സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചില്ലേ? അതിന്റെ പേരിൽ ഒരു മന്ത്രി എന്തോ ഈയിടെ പറഞ്ഞു അല്ലെ, എന്താ പറഞ്ഞറിയില്ല, സ്ത്രീകൾക്ക്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഏതോ മന്ത്രി എന്തോ പറഞ്ഞ് ഇങ്ങനെ പത്രത്തിലൊക്കെ കേട്ടു, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു വശത്ത് നടപ്പിലാക്കുമ്പോൾ മറുവശത്ത് ഈ സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളായ ആളുകൾക്ക് KSRTC സൗജന്യ യാത്ര ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. നിങ്ങൾ ആലോചിച്ചോളൂ, ഇപ്പൊ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേരള ഗവൺമെന്റ് കൊടുക്കേണ്ട ഫണ്ട് കഴിഞ്ഞ LDF ഗവൺമെന്റ് 3000 കോടി രൂപ അവസാനം ഉത്തരവാക്കിയതാ. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ താഴെ കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകാതിരുന്ന ഘട്ടത്തിൽ ഇന്ന് പുതുതായിട്ട് വന്ന ഗവൺമെന്റ് അത് കൊടുക്കാൻ തയ്യാറായില്ല. അതിന്റെ ഭാഗമായിട്ടെന്ന് പറ്റി ഈ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികളെ കുട്ടികൾക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിനായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് പാലിയേറ്റീവ് പരിചരണം. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാലിയേറ്റീവ് നേഴ്സുമാർ സമരത്തിലാണ്. കഴിഞ്ഞ 2 മാസമായി അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. പാലിയേറ്റീവ് പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ 3 ജീവനക്കാരെ, ഡോക്ടർ, നേഴ്സ്, ഫാർമസിസ്റ്റ് തുടങ്ങി 3 ജീവനക്കാരെ നിയമിക്കാം. പക്ഷെ പണമില്ല. എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന എല്ലാ പദ്ധതികളും മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ഈ സംസ്ഥാനത്ത് ആകെ ഈ വലിയ പ്രതിസന്ധി ഈ പ്രളയത്തിന്റെ ഭാഗമായിട്ടുണ്ടായി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴാണ് ചില ആളുകൾ പറയുന്നത് കേരളത്തില് പ്രളയം വളരെ കൃത്യമായി ഈ ഗവൺമെന്റ് മാനേജ് ചെയ്തു, ചില സോഷ്യൽ മീഡിയ ആളുകൾ മാത്രമേ ബഹളം ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ വരുന്നത് കുട്ടനാട്ടിൽ നിന്നാണ്. അപ്പർ കുട്ടനാടാണ് എന്റെ വീട്. ഇപ്പം നിങ്ങളിവിടെ സുഖകരമായിട്ടിരിക്കുമ്പോൾ എന്റെ ഗ്രാമവും കുട്ടനാട് പ്രദേശവും മുഴുവൻ വെള്ളത്തിനടിയില്ല, വാഹനങ്ങളൊന്നും ഓടുന്നില്ല. അതുകൊണ്ടാണ് കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും നമ്മളെ മാർച്ചും ധർണയും മാറ്റിവെച്ചിട്ടുള്ളത്. അവിടെ
അവിടുത്തെ MLA കുട്ടനാട് MLA UDFന്റെ കുട്ടനാട് MLA എന്താ പറയുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഫോൺ വിളിച്ചാൽ എടുക്കില്ല, മുഖ്യമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഈ രാജ്യത്ത് ഏത് പ്രളയം വന്നാലും കോവിഡ് വന്നാലും നമ്മുടെ സംസ്ഥാനം സുരക്ഷിതമായിരുന്നു. എത്ര മനോഹരമായിരുന്നു. നിങ്ങൾ വയനാട് ടൗൺഷിപ്പിലേക്ക് പോയി നോക്കൂ, ഒരു ദുരന്തം ഉണ്ടായി. പക്ഷെ ആ ദുരന്ത ബാധിതരായ ആളുകളെ ചേർത്ത് പിടിച്ച് ഈ ലോകത്തെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഏറ്റവും മനോഹരമായ ടൗൺഷിപ്പ് അവർ പൂർത്തീകരിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു വന്നത്, കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി നൽകാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉത്തരവായിട്ട് പോയതാണ്. ആ ഉത്തരവായ കാര്യങ്ങൾ ഇനി ഈ ജീവനക്കാർക്ക് നൽകില്ല എന്നാണ് കേരളത്തിൽ ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, വളരെ സ്നേഹത്തോടുകൂടി വളരെ വിനയത്തോടുകൂടി എനിക്ക് കേരളത്തിന്റെ ഭരണകൂടത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുള്ളവരാണ് നമ്മൾ. 63 വർഷത്തെ ഈ സംഘടനയുടെ ചരിത്രം അദ്ദേഹം ഒന്ന് പഠിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് 10 വർഷത്തെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. 1973 കേരളത്തിലെ ജീവനക്കാർക്ക് 1ാം ശമ്പള പരിഷ്കരണം കഴിഞ്ഞ് 2ാം ശമ്പള പരിഷ്കരണം നമ്മളെ ചോദിച്ചു ഇല്ലേ? അന്ന് കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിന്റെ ഭരണകൂടം പറഞ്ഞത് കേരളത്തിലെ ജീവനക്കാർക്ക് 10 വർഷത്തിൽ ഒരിക്കലേ ശമ്പളം പരിഷ്കരിക്കുള്ളൂ. അങ്ങനെയാ ഈ കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലടച്ചത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, ദളിതർ, പിന്നോക്കക്കാർ തുടങ്ങിയവരെല്ലാം ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ നയങ്ങളുടെ ഭാഗമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്കറിയാം, ഈ നയങ്ങൾക്കെതിരെ യഥാർത്ഥത്തിൽ ഒരു ജനപക്ഷ ബദലുമായി കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിലുണ്ടായിരുന്നു. വലിയ പ്രതിസന്ധികളൊക്കെ വന്നു. കോവിഡ് വന്നു, നിപ്പ വന്നു, 2018 ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നു, 19 പ്രളയം വന്നു, വയനാട് ദുരന്തം വന്നു. അതിനേക്കാളേറെ ഈ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കടുത്ത ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം നെഞ്ചും പിരിച്ച് മുന്നോട്ട് നേരിട്ട് ഈ ജനതയെ മുന്നോട്ട് നയിച്ച ഒരു ക്യാപ്റ്റൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, പ്രളയം വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ ഈ രാജ്യത്തെ സംസ്ഥാനത്തെ ജനങ്ങൾക്കെല്ലാം ഒരു നേതാവായി, ഒരു രക്ഷകർത്താവായി, ഒരു പിതാവിന്റെ സ്നേഹ ബഹുമാനത്തോടുകൂടി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ ആകെ ചേർത്തിച്ചതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വീണ്ടും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. സഖാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ മുദ്രാവാക്യത്തിൽ എന്താണ് അടുത്ത 1 മാസത്തെ ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ വരികൾ വായിച്ചതിന് ശേഷം അടുത്ത വരികൾ വായിച്ച ആ തൊഴിലാളികൾ ഞെട്ടിത്തെരിച്ചു പോയി. കാരണം നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വരേണ്ടതില്ല, നിങ്ങൾ 800 പേരെ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇതാണ് രാജ്യത്ത് പുതിയ ലേബർ കോഡുകളുടെ ഭാഗമായി രാജ്യത്തുണ്ടാവുന്നത്. അത് സിവിൽ സർവീസിൽ അടക്കം വരാൻ സാധ്യതയുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇങ്ങനെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധത ഈ രാജ്യത്തെ സമസ്ത മേഖലയെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലകളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സിവിൽ സർവീസിൽ സ്ഥിര നിയമനം എന്നത് ഈ രാജ്യത്ത് കേട്ടുകേൾവി പോലുമില്ല. നമ്മളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പട്ടാളത്തിൽ പോലും ഇപ്പം കരാർ നിയമനമാണ്. പഹൽഗാമിൽ വലിയ യുദ്ധം, വലിയ ഭീകരാക്രമണം ഉണ്ടായപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് രാജ്യത്തിന്റെ ഒരു കാര്യം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. മാധ്യമങ്ങളെ കണ്ടുകൊള്ളൂ, കല്ലുവെച്ച നുണ പറയാതിരിക്കാനായി കാണൂ. ഇനി നിങ്ങൾ ഇതേ നുണപ്രചാരണം തുടങ്ങിയാലും അതിന്റെ ആയുസ് നിങ്ങൾ ഇന്ന് കണ്ടല്ലോ VD സതീശ. അതിനെ അടുത്ത മാധ്യമ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ഓർക്കുന്നത് നല്ലത്. സുജയ പാർവതി. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ.
Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.